നമസ്കാരം. അങ്കത്തട്ടിൽ ആവേശം അലതല്ലി കൊട്ടിക്കയറുകയാണ്. ഒരു വശത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും വോട്ടഭ്യർത്ഥനയും, മറുവശത്താകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീതും വിശദീകരണം ആരായാലും. ഷോർട്ട് ഫിലിം പോലുള്ള ന്യൂജൻ വോട്ട് തേടലും കാണാം. സ്ഥിരമലയടിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പരസ്പരം ഉന്നയിച്ച് ഉയരുന്ന തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അങ്കത്തട്ടിലേക്ക് സ്വാഗതം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. തെരഞ്ഞെടുപ്പ് ആയാൽ ചട്ടങ്ങളുണ്ടാകും. ആ ചട്ടങ്ങളിൽ ലംഘനമുണ്ടായാൽ താക്കീതുമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി CPIM നേതാവ് തോമസ് ഐസക്കിന് വരണാധികാരി താക്കീത് നൽകി. കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ഇതാണ് ചട്ടലംഘനമായി വരണാധികാരി ചൂണ്ടിക്കാട്ടിച്ചത്. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന തെട്ടൂരവും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം CDS വിളിച്ച കുടുംബശ്രീ യോഗമാണെന്ന് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ പറച്ചിൽ. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുടുംബശ്രീ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി UDF പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ചാണ് വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നടപടി. പരാതി പരിശോധിച്ച വരണാധികാരി പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കുടുംബശ്രീ സംഗമത്തിൽ തോമസ് ഐസക്ക് പങ്കെടുത്തതായി കണ്ടെത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായ കുടുംബശ്രീയുടെ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പങ്കെടുത്ത് സംസാരിക്കുന്നത് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനമാണെന്ന് ഐസക്കിന് നൽകിയ താക്കീത് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും വരണാധികാരി ഐസക്കിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. തീർന്നില്ല. LDFന് മാത്രമല്ല BJP നേതാവ് NDAയ്ക്കുമൊക്കെ ചട്ടലംഘന പരാതിയിൽ വിശദീകരണം തേടൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം എന്ന LDFന്റെ പരാതിയിൽ സാക്ഷാൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. LDF നൽകിയ പരാതി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീക്കുകയാണ്. ഇതിനു മുമ്പുള്ള വിശദീകരണമാണ് സുരേഷ് ഗോപിയിൽ നിന്ന് തേടുന്നത്. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനാ നോട്ടീസിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. എന്നാൽ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തകൃതിയായി നടക്കുകയാണ്. സ്ഥാനാർത്ഥികളായ MK രാഘവൻ, തോമസ് ഐസക്, V മുരളീധരൻ, V വസീഫ് എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ച പ്രമുഖർ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കാണ് ഇന്ന് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണന് പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ ആദ്യ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് ഇന്ന് നടന്നത്. 3 സെറ്റ് പത്രികകളാണ് തോമസ് ഐസക് സമർപ്പിച്ചത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLAമാരായ പ്രമോദ് നാരായണൻ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, മാത്യു T തോമസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലം BJP സ്ഥാനാർത്ഥി V മുരളീധരൻ പത്രികാ സമർപ്പണം നടത്തി. തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. V മുരളീധരനൊപ്പം BJPയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ടായിരുന്നു. ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇതിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം വരണാധികാരി സ്നേഹിൽ കുമാർ സിംഗ് പത്രിക ഏറ്റുവാങ്ങി. 4 സെറ്റ് പത്രികയാണ് MK രാഘവൻ സമർപ്പിച്ചത്.
UDF പ്രവർത്തകർ പ്രകടനമായി ആനയിച്ചാണ് കളക്ടറേറ്റിലേക്ക് MK രാഘവനുമായി എത്തിയത്. മലപ്പുറം LDF സ്ഥാനാർത്ഥി വി വസീഫ് പത്രിക സമർപ്പിച്ചു. പ്രവർത്തകരോടൊപ്പം എത്തിയാണ് വസീഫ് പത്രിക സമർപ്പിച്ചത്. നാളെയും മറ്റന്നാളും പൊതു അവധിയായതിനാൽ ഇന്ന് പത്രിക സമർപ്പിച്ചില്ലെങ്കിൽ ഇനി ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനാകുക. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. ഇനി ചാലക്കുടി, എറണാകുളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക വിവരങ്ങൾ ഒന്ന് നോക്കാം. CPIM തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും LDF പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായാണ് ചാലക്കുടി മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. മന്ത്രി P. രാജീവ്, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, PV ശ്രീനിജൻ MLA, UP ജോസഫ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വരണാധികാരിയായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C. എബ്രാഹാം മുമ്പാകെ നൽകിയത് 3 സെറ്റ് പത്രിക. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം C. രവീന്ദ്രനാഥ് പറഞ്ഞു. വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. 12:30 ശേഷമാണ് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഗാന്ധി പ്രതിമയിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചു. എറണാകുളത്ത് വിജയമുറപ്പെന്ന് KS രാധാകൃഷ്ണൻ. ജയത്തിൽ കുറഞ്ഞ ഒന്നിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു മോദി തരംഗ ആഞ്ഞടിക്കല്ലേ, നിങ്ങൾ എന്താ അത് കാണാത്തത്? മോദിയോടൊപ്പമാണ് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ നിൽക്കുന്നത്. അതിൽ കയറി എറണാകുളത്തുള്ളവരുണ്ട് തീർച്ചയായിട്ടും. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ 3-ാം തീയതിയും UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 4-ാം തീയതിയും പത്രിക സമർപ്പിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. എന്നാൽ തെരഞ്ഞെടുപ്പ് വേദികളിലെ ന്യൂജൻ ടച്ച് ഒന്ന് നോക്കാം. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രം അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. എതിർ സ്ഥാനാർത്ഥികളെ കണക്കിന് ട്രോളിയാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 28-ാം തീയതിയാണ് ആനിഷ് രാജു സംവിധാനം ചെയ്ത ഈ ഹ്രസ്വചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഒരു വീട്ടിൽ പല ജോലികളിലായി ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾ പരിഭ്രമത്തോടെ വീട്ടിനകത്തേക്ക് ഓടിക്കയറുന്നതോടെയാണ് വീഡിയോ തുടങ്ങുന്നത്. വോട്ട് തേടി വീട്ടിലെത്തിയ NDA സ്ഥാനാർത്ഥിയെ ചിത്രത്തിൽ നന്നായി ട്രോളുന്നുണ്ട്. അവരെവിടെയോ പോയെന്ന് എനക്കറിയാം. അവരെ മസനഗുടി വഴി ഊട്ടിക്ക് പോയതാ. വീട്ടിൽ നിന്നിറങ്ങി റോഡിലെത്തിയ NDA സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും പരസ്പരം കണ്ടുമുട്ടിയതോടെ യാത്ര പിന്നീട് അങ്ങോട്ട് ഒരുമിച്ചായി. ഏറ്റവും ഒടുവിലായി MV ജയരാജനും വീട്ടുകാരും ഒരുമിച്ചിരുന്ന് കുശലം പറയുന്നതോടെ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന സന്ദേശമാണ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പങ്കുവെക്കുന്നത്. ജയരാജന്റെ പ്രചരണാർത്ഥം ഹാസ്യാത്മകമായി നിർമ്മിച്ച വീഡിയോ നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. ഇനി നമുക്കല്പം മണ്ഡലങ്ങളുടെ ഭൂമിശാസ്ത്രം നോക്കാം. ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭൂമിശാസ്ത്രം ഏറെ കൗതുകമുണർത്തുന്നതാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളത് എറണാകുളമാണ്. എന്നാൽ കൂടുതൽ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ വയനാടും മാവേലിക്കരയുമാണ് മുന്നിൽ.
സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ വീതമാണ്. എന്നാൽ ഈ 7 നിയോജക മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തതിൽ വന്ന പ്രത്യേകതയാണ് മണ്ഡലങ്ങളുടെ രൂപവും സ്വഭാവവും വ്യക്തമാക്കുന്നത്. ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എറണാകുളം ജില്ലയുടെ പ്രാതിനിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിലെത്തിക്കാൻ ഈ 4 ലോക്സഭാ അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടാകും. പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് മണ്ഡലങ്ങൾ ചാലക്കുടിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള അസംബ്ലി മണ്ഡലങ്ങൾ മാത്രം. മൂവാറ്റുപുഴ, കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കിയിലാണ്. പിറവം മണ്ഡലമാകട്ടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയത്തും. കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ 3 ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. അതുപോലെ തന്നെ കൗതുകത്തിനപ്പുറം വോട്ടർമാരുടെ രീതികളിലും രാഷ്ട്രീയ നിലപാടുകളിലും ജാതി മത സമവാക്യങ്ങളും എല്ലാം വ്യത്യസ്തമാക്കുന്നതാണ് മണ്ഡലങ്ങളുടെ രൂപം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി സമുദ്രനിരപ്പിലും താഴ്ന്ന കുട്ടനാടും ഇടനാടെന്ന് വിശേഷിപ്പിക്കുന്ന മാവേലിക്കരയും ചെങ്ങന്നൂരും, കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പത്തനാപുരവും കുന്നത്തുനാടും കൊട്ടാരക്കരയും ഉൾപ്പെട്ടിരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലം മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഇത്തരം മേഖലകളിൽ കഠിനമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയുമില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിക്കുന്നത്. ഒരുമിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളിൽ ക്ഷണിച്ചിട്ടുണ്ട്. മുന്നണിയുടെ ഭാഗമാകാൻ ലീഗിനെ ക്ഷണിക്കുകയേയില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. അതൊന്ന് കാണാം. ലീഗിനെ എന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ CAA ഉൾപ്പെടെ, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിൻ്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള പാർട്ടിയാണ് CPIM. മുന്നണിയിലൊന്നും വിളിച്ചില്ല, അന്നും വിളിച്ചില്ല, ഇന്നും വിളിച്ചില്ല, ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുന്നണിയിലേക്കൊന്നും വിളിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയമല്ലേ. മുന്നണി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സാണ്. അത് പൊളിറ്റിക്സ് വേറെ തന്നെയാണ് കണ്ടത്. ആരോപണ പ്രത്യാരോപണങ്ങൾ തീരുന്നില്ല. ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാത്തപ്പോഴാണ് അഭിഭാഷകർക്ക് കോടികൾ നൽകി സർക്കാർ കേരളത്തെ മുടിപ്പിക്കുന്നതെന്ന് വി മുരളീധരന്റെ വാക്കുകൾ. അഭിഭാഷകർക്ക് വേണ്ടി പണം ചെലവാക്കി സർക്കാർ കേരളത്തെ മുടിപ്പിക്കുകയാണെന്ന് വി മുരളീധരൻ വിമർശിച്ചു. ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാതിരിക്കുമ്പോഴാണ് നികുതി പണമെടുത്ത് അഭിഭാഷകർക്ക് ഫീസ് നൽകുന്നത്. കപിൽ സിബലിന് നൽകുന്നത് 2 കോടി. രാഷ്ട്രപതിക്കെതിരെ നൽകിയ കേസിലും ഇനി പണം കൊടുക്കും. കേരളത്തിലെ ജനങ്ങളെ സർക്കാർ അപഹസിക്കുകയാണെന്നും തറവാട് മുടിക്കുന്ന കാരണവരായി പിണറായി മാറിയെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഒരു വശത്ത് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല, 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ നിങ്ങളുടെയും എൻ്റെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ആ പണമെടുത്ത് 2 കോടി രൂപ അഭിഭാഷകർക്ക് നൽകാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഏത് തരത്തിലാണ് ഈ സർക്കാർ കാണുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ക്രൈസ്തവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് കേന്ദ്രം കൊണ്ടുവന്നത്. ഈ നിയമത്തിനെതിരെയാണ് CPM കോടതിയിൽ പോയത്. അവർക്ക് അഭയം നൽകരുതെന്നാണ് CPM നിലപാട്. അക്കാര്യത്തിൽ സഭാ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ക്രൈസ്തവ സഭാ നേതാക്കളോട് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. എല്ലാത്തിനുമെതിരായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കാണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇനി മാലാഖയുടെ വീട്ടിലെത്തിയ ടീച്ചറമ്മയെ കാണാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരക്കിനിടയിൽ സിസ്റ്റർ ലിനിയുടെ മക്കളെ കാണാൻ വടകരയിലെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ എത്തി. അല്പനേരം വീട്ടിൽ ചെലവഴിച്ചാണ് ശൈലജ ടീച്ചർ മടങ്ങിയത്. നന്നായി പഠിക്കണമെന്ന് മക്കളെ ഉപദേശിക്കുകയും ചെയ്തു. ഏറെ വൈകാരികമായിരുന്നു ആ കൂടിക്കാഴ്ച. നിപ ബാധിതരെ പരിചരിക്കുന്നതിനിടെ നിപ ബാധിച്ചു മരിച്ച നഴ്സ് സിസ്റ്റർ ലിനിയുടെ വിയോഗശേഷം ഭർത്താവ് സജീഷിനും മക്കളായ ഋതുലിനും സിദ്ധാർത്ഥിനും സാന്ത്വനത്തിന്റെ സ്പർശമായി തീർന്നത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയായിരുന്നു. ഋതുലും സിദ്ധാർത്ഥും ശൈലജ ടീച്ചറെ സ്നേഹത്തോടെ വിളിച്ച പേര് പിന്നീട് കേരളവും ഏറ്റുവിളിച്ചു, ടീച്ചറമ്മ.
വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വടകര നിയമസഭാ മണ്ഡലത്തിൽ പര്യടനത്തിനെത്തിയ കെ ശൈലജ തിരക്കുകൾ മാറ്റിവെച്ചാണ് സിസ്റ്റർ ലിനിയുടെ മക്കളെ കാണാനെത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മയെ കണ്ടപ്പോൾ ലിനിയുടെ മക്കളായ ഋതുലും സിദ്ധാർത്ഥും വാരിപ്പുണർന്നു, സ്നേഹചുംബനം നൽകി. ലിനിയുടെ വേർപാട് തന്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത വേദനയാണെന്ന് കെ ശൈലജ പറഞ്ഞു. ഇപ്പോഴെനിക്കൊരാശ്വാസമുള്ളത് ലിനിയുടെ മക്കൾക്കൊരു അമ്മയുണ്ട് കൂടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സജീഷിൻ്റെ ഒരു പരിചരണം, അത് കുട്ടികളെ ബുദ്ധിമുട്ടറിയിക്കാതെ വളർത്തുന്നതിനുള്ള ശ്രദ്ധയുണ്ട്. ലിനിയുടെ അമ്മയും സഹോദരിമാരും ഒക്കെയുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുമിക്കുമ്പോൾ ഈ കുടുംബത്തിൽ നമ്മുടെ ഈ മക്കൾ അല്ലലില്ലാതെ വളരും എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്നത്. ലിനിയുടെ ഭർത്താവ് സജീഷും സജീഷിന്റെ ഭാര്യ പ്രതിഭയും വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാരോട് അല്പനേരം സംസാരിച്ച് മക്കൾക്ക് മധുരപലഹാരം നൽകിയാണ് കെ ശൈലജ മടങ്ങിയത്. 2018 മെയ് 21 പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സായിരുന്ന ലിനി രോഗി പരിചരണത്തിനിടെ ഉണ്ടായ നിപ ബാധിച്ചു മരിച്ചത്. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ലിനിയുടെ അമ്മ രാധയെയും കെ ശൈലജ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഇനി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് മോദി സർക്കാരിന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായ MK രാഘവൻ. ഈ നീക്കത്തെ നിയമപരമായി രാഷ്ട്രീയമായും ഒക്കെ കോൺഗ്രസ് നേരിടും. ജനങ്ങളെ അണിനിരത്തി മോദി സർക്കാരിൻ്റെ നീക്കത്തെ പ്രതിരോധിക്കും. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് മോഡി ശ്രമിക്കുന്നതെന്നും MK രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമുക്കൊന്ന് കാണാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാഘവട്ട, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലേക്കാണ് പോകുന്നത് വീണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പ്രചരണത്തിന് ഏതൊക്കെ നേതാക്കളായിരിക്കും? ദേശീയ തലത്തിൽ നിന്ന് നേതാക്കളുണ്ടോ? ദേശീയ നേതാക്കളെല്ലാം പ്രചരണത്തിന് എത്തിച്ചേരും. രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി, അതുപോലെ എല്ലാ നേതാക്കളും കോഴിക്കോടേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. പിന്നെ പോളിംഗ് വരെയുള്ള എല്ലാ ഷെഡ്യൂളും തയ്യാറാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥി പര്യടനം 3-ാം തീയതി ആരംഭിക്കുകയാണ്. 1-ാം ഘട്ടം 3-4 ഘട്ടങ്ങളിലായി ആ പര്യടനം പൂർത്തിയാക്കും. താഴെത്തട്ടിൽ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് പോളിംഗ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്തിമ രൂപം നൽകി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആദായ നികുതി വകുപ്പ് ഇന്നും കോൺഗ്രസിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു താങ്കൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് മോദി സർക്കാരിൻ്റെ ഈ നിലപാടിനെ? അല്ല, അത് നിയമപരമായി നേരിടേണ്ട വിഷയമാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടും. സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഇത് ബോധപൂർവം മോദി ഗവൺമെൻറ് ഈ സർക്കാർ മിഷണറി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ എടുത്ത ശ്രമമാണ്, പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ശ്രമമാണ്. ഈ ശ്രമമൊന്നും അധികകാലം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല, വളരെ വ്യക്തമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഫണ്ടില്ലാത്ത ഒരു രീതിയിലാണ് താങ്കളടക്കം അതിൻ്റെ വിഷമം ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ആ ഒരു സാഹചര്യം? അതിനെങ്ങനെ മറികടക്കും? ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ചോളും, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസ് വർക്കേഴ്സ് താഴെത്തട്ടിലിറങ്ങി കാശ് പിരിക്കും, ഇലക്ഷൻ നടത്തും. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് ഇല്ലാതാക്കാൻ മോദിക്കും കഴിയില്ല. കോൺഗ്രസിനെ തകർക്കാൻ മോദി സർക്കാരിന് സാധിക്കില്ല. കോൺഗ്രസിനെ തകർക്കാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കം ജനകീയ പങ്കാളിത്തത്തോടുകൂടി ചെറുക്കുമെന്നാണ് MK രാഘവൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ സജി തറലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.
ജനങ്ങളാണ് ആത്യന്തികമായി ഏറ്റവും ഉന്നതിയിലുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏത് കോണിൽ വെച്ച് അളന്നാലും. അതുകൊണ്ട് നാട് പറയട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടി കോഴിക്കോടിൻ്റെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇറങ്ങിയ കേരള വിഷൻ ന്യൂസ് സംഘത്തിന് ലഭിച്ചത് രസകരമായ അഭിപ്രായങ്ങളാണ്. ആര് ജയിച്ചാലും അന്നൊന്ന് അധ്വാനിച്ചാലേ തങ്ങൾക്ക് കാര്യമുള്ളൂ എന്നായിരുന്നു ഒരു തൊഴിലാളിയുടെ പ്രതികരണം. വടകരയിൽ ശൈലജ ടീച്ചറും കോഴിക്കോട് രാഘവേട്ടനും ജയിക്കുമെന്ന് പറഞ്ഞവരെയും നമുക്ക് കാണാം. കേരളത്തിൽ BJP സീറ്റ് നേടുമെന്ന് 100% ഉറപ്പിച്ച് അഭിപ്രായം പറഞ്ഞവരും ഉണ്ടായിരുന്നു. ആര് ജയിച്ചാലും ജയിക്കുന്നവരുടെ ഭാഗത്താണ് താനെന്ന അഭിപ്രായം അറിയിച്ചവരുമുണ്ട്. കാണാം രസകരമായ തെരഞ്ഞെടുപ്പ് അഭിപ്രായങ്ങൾ. ഏറ്റവും കൂടുതൽ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നാട്ടിൻ പ്രദേശങ്ങളിലാണ്. അങ്ങനെ ഒരു നാട്ടിൻ പ്രദേശത്താണ് ഇന്ന് നമ്മളുള്ളത്, കക്കോടിയിൽ. ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും മുൻതൂക്കം, എന്തായിരിക്കും പ്രധാന ചർച്ചയാവുക, ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത്. ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയുണ്ട്. എന്താ പേരെന്താ? ദിനു. ഓക്കെ. ഈ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പാണ് അല്ലേ? ഈ പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആർക്കായിരിക്കും മുൻതൂക്കം, ഒപ്പം ദേശീയ തലത്തിൽ ആരായിരിക്കും? അതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. വന്നാല് നല്ല ഭരണം കാഴ്ചവെക്കണം. ആര് വന്നാലും പ്രശ്നം തന്നെ. ഈ സംസ്ഥാനത്ത് ആർക്കായിരിക്കും മുൻതൂക്കം? സംസ്ഥാനം ഇടതുപക്ഷത്തിന് UDF വരും. കോഴിക്കോട് ആർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നോ അവർക്കായിരിക്കും അതിൻ്റെ മുൻതൂക്കം. ആരാന്ന് പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പം മുൻതൂണ്ട്. ഇവിടത്തെ ഇക്കാര്യത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടും. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് അളമരം കരിയങ്ക ജയിക്കും. അല്ല, കാരണം എന്ന് വെച്ചാൽ ജനനിരപേക്ഷ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ജനങ്ങൾ അതിന് എത്രയോ കാര്യങ്ങൾ വെച്ചിട്ട് നടത്തി വെക്കുന്നേരം അതിനിപ്പോൾ അധിക സ്ഥലത്തുനിന്നും മാറി മാറി വരുന്ന ആൾക്കാർക്ക് ജാതി സംവരണത്തിൻ്റെ അകത്ത് ഈ മുസ്ലിംസിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവർക്കും പൗരത്വം കൊടുക്കാൻ വെച്ചാൽ തുല്യരക്കായിട്ട് കാണണം അല്ലേ? അങ്ങനെ ആയിരിക്കണം രാഷ്ട്രം. അല്ലാണ്ട് ഇപ്പോൾ കുറച്ചാൾക്ക് പൗരത്വം കൊടുക്കുക, കുറച്ചാളെ മാറ്റി പറഞ്ഞയക്കുക. കുടിയേറ്റക്കാരാണ് അവരെന്തായാലും ഇവിടെ വന്ന് താമസിച്ച് കൊടുത്തവരെ ഒരേയും കൂടി ആരായാലും ഇവിടെ നിൽപ്പിക്കണം. ദേശീയ തലത്തിൽ BJP വരും. ഇവിടെ സംസ്ഥാന തലത്തിൽ UDF ആണ് അധികാരത്തിൽ വരിക. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇവരാരും ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്കിവിടെ പണിയെടുക്കുക, പണി കുറവാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് രാഷ്ട്രീയക്കാർ വരും പോകും. BJP വരും. കേരളത്തിൽ BJP വരും. 100% ഉറപ്പ്. മോദി സർക്കാർ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയുണ്ടല്ലോ. സംസ്ഥാനത്ത് നമ്മൾ LDF തന്നെ ആയിരിക്കും. നമ്മളാഗ്രഹം കോൺഗ്രസ് വരണമെന്നാണ്. നമ്മൾ കോൺഗ്രസ് വരണമെന്നാണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കും. സംസ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം ഉണ്ടാവും എന്തായാലും. ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വരും. അതേ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ LDF ജയിക്കും. UDF കൂടുതൽ സീറ്റ് കിട്ടും. കേന്ദ്രത്തിൽ ഇപ്പോൾ പൊതുവെ BJP ആയിരിക്കും തോന്നണത്. പിന്നെ കേരളത്തിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെ UDF കിട്ടുന്നത്ര പ്രതീക്ഷ അല്ല. കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. പക്ഷേ സീറ്റുകളുടെ എണ്ണം CPM കൂടും കഴിഞ്ഞ പ്രാവശ്യത്താണ്. കേന്ദ്രത്തിലെ കാര്യം കുറച്ച് സംശയമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് മാറ്റം ഉണ്ടാവും എന്തായാലും. പക്ഷേ ഭൂരിപക്ഷം കോൺഗ്രസ് തന്നെ ആയിരിക്കും. അടുത്ത വർഷം UDF പക്ഷേ LDF കുറേ മാറ്റങ്ങളുണ്ടാവും. കുറച്ച് സീറ്റുകൾ കിട്ടും. കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരുമെന്ന ചോദ്യത്തിന് BJP വരുമെന്ന് പറയുന്നവരുണ്ട്. ഒപ്പം തന്നെ ആര് എന്നത് സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അതേസമയം കേരളത്തിൽ ഇരുമുന്നണികൾക്കും സാധ്യതകൾ പറയുന്നവരെയാണ് ഈ നാട്ടിൻ പ്രദേശത്ത് നമുക്ക് കാണാനായത്. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി കാണാം പഞ്ച് ഡയലോഗ്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും ഒരേ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിട്ടിയ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റില്ല എന്നതാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാണാം. 6000 കോടിയിൽ പരം രൂപ ഈ വന്ന കണക്കനുസരിച്ച് BJPക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ BJPക്ക് മാത്രമല്ല ലഭിച്ചത്. മറ്റു പല പാർട്ടികളും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈക്കലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് മോശമല്ലാത്ത തുകയാണ് കൈപ്പറ്റിയത്. ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം വന്നപ്പോൾ ഇത് ശുദ്ധമായ അഴിമതിയാണ് എന്ന് പറഞ്ഞ പാർട്ടികൾ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില്ലിക്കാശ് ഞങ്ങൾ വാങ്ങില്ല എന്ന നിലപാടും
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തു. ഈ ഇലക്ട്രൽ ബോണ്ട് ഇത്തരത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ വാക്കാലെ എതിർത്ത് നിൽക്കുക മാത്രമല്ല ഇടതുപക്ഷം ചെയ്തത്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയായതുകൊണ്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അങ്കത്തട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്.